നമസ്കാരം. നിമിഷപ്രിയയ്ക്ക് എന്ത് സംഭവിക്കും? നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ 16-ാം തീയതി നടപ്പിലാക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് അങ്ങനെ സ്ഥിരീകരിച്ച ഒരു റിപ്പോർട്ടല്ല, എന്നാൽ പോലും അത്തരത്തിൽ ചില മാധ്യമ വാർത്തകൾ വന്നു. ഏതാണ്ട് 8 കോടിയിലധികം രൂപ ദയാധനമായി മരിച്ച വ്യക്തിയുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് കൊടുക്കണം. ഇയാൾ യമനിലെ ഒരു കിരാത ഗോത്രവർഗ്ഗക്കാരനാണ്. നിമിഷപ്രിയയെ ക്രമാതീതമായി ഉപദ്രവിക്കുകയും പണവും സ്വർണവും അടക്കം തട്ടിയെടുക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് നിമിഷപ്രിയയ്ക്ക് ഇത്തരത്തിൽ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത്. പക്ഷേ മറ്റൊരു രാജ്യത്തെ നിയമമാണ്. ഈ നിയമം ഈ രീതിയിൽ ഏത് രീതിയിൽ ആ ഒരു രാജ്യത്തെ പൗരന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നിയമം ആ പൗരന്റെ ഒപ്പം നിൽക്കും, അയാളുടെ കുടുംബത്തിനൊപ്പം നിൽക്കും. അതാണ് അതിന്റെ ഒരു രീതി. എന്തായാലും വലിയ ഇടപെടലുകൾ വേണ്ടിവരും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടക്കമുള്ള ഇടപെടൽ വേണ്ടിവരും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അവരുടെ ജീവൻ രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അത്തരത്തിൽ ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു വധശിക്ഷ നടപ്പിലാക്കാതിരിക്കട്ടെ എന്നുകൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യാം. ഈ ഒരു വിഷയത്തിൽ മാധ്യമ പ്രവർത്തകരും എഴുത്തുകാരനും ജന്മഭൂമി ഓൺലൈൻ എഡിറ്റർ ഇൻ ചീഫുമായ ശ്രീകുമാർ ജന്മഭൂമി അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള പോസ്റ്റാണ്. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ഗവർണറെ അമ്മയോട് ഒപ്പം വന്നു കാണാൻ സമയം നൽകാമോ എന്ന് ചോദിച്ചത് ശ്രീ ചാണ്ടി ഉമ്മൻ. വിളിച്ചത് 1 മണിക്ക്. ഇദ്ദേഹത്തെ വിളിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. 2 ആഴ്ച മുൻപ് ചാണ്ടി ഉമ്മൻ രാജ്ഭവനിൽ എത്തിയിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി പുതുപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കാൻ ഗവർണർ കുശലാന്വേഷണത്തിനിടെ അമ്മയെക്കുറിച്ച് തിരക്കുകയും കൂട്ടിവരണമെന്ന് പറയുകയും ചെയ്തു. അത് പാലിക്കാനാണ് ചാണ്ടി ഇന്ന് വിളിച്ചത് എന്നാണ് കരുതിയത്. 3 മണിക്ക് അമ്മയും മകനും വന്നത് വെറുതെ കാണാനായിരുന്നില്ല. വന്ന കാര്യം പറഞ്ഞ ശ്രീമതി മറിയാമ്മ ഉമ്മന്റെയും കേട്ട ബഹുമാനപ്പെട്ട ഗവർണറുടെയും കണ്ണ് നിറഞ്ഞു. വന്ന കാര്യം എന്താണ് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. പക്ഷെ വന്ന് ഗവർണറോട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഉമ്മൻചാണ്ടി ഏറെ പ്രയത്നിച്ചിരുന്നു. ഫലം കാണാതെയാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ ചരമവാർഷിക തലേന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മുതൽ വല്ലാത്തൊരു തേങ്ങൽ. ആ കുട്ടി നിരപരാധിയാണ്, കുടുക്കിൽപ്പെട്ടതാണ് എന്ന് ഉമ്മൻചാണ്ടിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഗവർണർ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ്. വികാര വായ്പോടെ മറിയാമ്മ ഉമ്മൻ പറഞ്ഞപ്പോൾ ശ്രീ ആർലേക്കറുടെ കണ്ണു നിറഞ്ഞു എന്ന് ശ്രീകുമാർ ജന്മഭൂമി പറയുന്നു. ആരെയൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ ചെയ്യാമോ അതൊക്കെ ചെയ്യാം എന്ന ഉറപ്പിൽ നന്മയുടെയും കരുണയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ അംശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഗവർണറുടെ ഫോൺ നിശബ്ദമായിരുന്നില്ല. ഡൽഹിയിലും ഗൾഫിലും ഔദ്യോഗികമായും അല്ലാതെയും സ്വാധീനമുള്ള പലരെയും വിളിക്കുന്നു. മോചന സാധ്യത നേരിയത് എന്ന മറുപടികൾ വിഷമപ്പെടുത്തിയെങ്കിലും പ്രതീക്ഷ കൈവിടാതെ രാത്രി വൈകിയും ശ്രമം തുടർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ചാണ്ടി ഉമ്മൻ ഗവർണർ ശ്രീ രാജേന്ദ്ര അർലേക്കറെ മാതാവ് മറിയാമ്മ ഉമ്മനോടൊപ്പം കാണുന്ന ഒരു ചിത്രം കൂടി ശ്രീകുമാരേട്ടൻ പങ്കുവച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ നാമ്പെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അത് സഫലമാക്കിയെടുക്കാൻ, അത് പ്രതീക്ഷാനിർഭരമായ അംശമാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും കേരള ഗവർണർ ശ്രമിക്കും. ഗവർണർ രാഷ്ട്രപതി ഭവനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും യമനിലെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇപ്പോൾ ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കേൾക്കുന്നു. എന്നാൽ പോലും നമ്മൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ ശ്രമിക്കുക. ആ പെൺകുട്ടിയുടെ, ആ പാവം പിടിച്ച കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക. അവളെ കുടുക്കിൽപ്പെടുത്തിയതാണ്, അവളെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടും അവൾ നിവൃത്തിയില്ലാതെ ചെയ്തു പോയതായിരിക്കാം ഒരു വേള. പക്ഷേ ആ കുട്ടിയുടെ ജീവൻ സത്യം പറഞ്ഞാൽ അപകടത്തിൽ തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പ്രതീക്ഷ നിർഭരമായ എന്തെങ്കിലും ഒരു വാർത്ത വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കേൾക്കും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തനിക്കുണ്ടായ അനുഭവം. ശ്രീകുമാർ അദ്ദേഹം രാജ്ഭവനിലെ ഒരു ഗവർണറുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്, മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ശ്രീകുമാരേട്ടന്റെ പ്രതീക്ഷയും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയും നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ പ്രതീക്ഷയും ഒക്കെ തന്നെ സഫലമാകട്ടെ. ഈശ്വരാനുഗ്രഹത്താൽ ആ കുട്ടി രക്ഷപ്പെടട്ടെ. മറ്റെന്തെങ്കിലും തടവ് ശിക്ഷയോ പിഴശിക്ഷയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ വധശിക്ഷയാണ്. യമൻ എന്ന രാജ്യമാണ്. അപ്പം ആ രാജ്യവും ആ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയവും ഒക്കെയായി ബന്ധപ്പെട്ട് കേരള ഗവർണർ ശക്തമായ തീരുമാനങ്ങളും നടപടികളും ഒക്കെ തന്നെ വരും നടപടികളും ഒക്കെ തന്നെ ആലോചിച്ച് എടുക്കും എന്ന് തന്നെ നമ്മളും കരുതുന്നു. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു.
ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.